ഇനി നമ്മൾ പഠിക്കുന്നത് സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബി. സെബി വൺ ഓഫ് ദി റെഗുലേറ്റർ ഓഫ് ഫിനാൻഷ്യൽ സിസ്റ്റമാണ്. നമ്മൾ RBI ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കുന്നതാണ് സെബി. ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓർഡറിലൂടെ 1988 ഏപ്രിൽ 12 സെബി എസ്റ്റാബ്ലിഷ് ചെയ്തത്. എന്തിനു വേണ്ടിയാണ് സെബി എസ്റ്റാബ്ലിഷ് ചെയ്തത്? സെക്യൂരിറ്റി മാർക്കറ്റ് കൺട്രോൾ ചെയ്യാനും റെഗുലേറ്റ് ചെയ്യാനും വേണ്ടിയാണ് സെബി എസ്റ്റാബ്ലിഷ് ചെയ്തത്. സെബി വരുന്നതിന് മുൻപ് കൺട്രോളർ ഓഫ് ക്യാപിറ്റൽ ഇഷ്യൂ ആയിരുന്നു പ്രൈമറി മാർക്കറ്റിനെ കൺട്രോൾ ചെയ്തിരുന്നത്. 1988 സെബി വന്നപ്പോഴും സെബി ഒരു സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് പവർഫുൾ ഓർഗനൈസേഷനായി മാറിയിരുന്നില്ല. 1992 കൺട്രോളർ ഓഫ് ക്യാപിറ്റൽ ഇഷ്യൂ അബോളിഷ് ചെയ്തതിന് ശേഷം മാത്രമാണ് സെബി ഒരു സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് പവർഫുൾ ഓർഗനൈസേഷനായി മാറിയത്. 1992 സെബി ഒരു സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് പവർഫുൾ ഓർഗനൈസേഷനായി മാറിയത്. 1988 സെബി എസ്റ്റാബ്ലിഷ് ചെയ്തത്. 1992 ഒരു സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് പവർഫുൾ ഓർഗനൈസേഷനായി സെബി മാറിയത്. കൺട്രോളർ ഓഫ് ക്യാപിറ്റൽ ഇഷ്യൂ അബോളിഷ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഒരു പവർഫുൾ ഓർഗനൈസേഷനായി സെബി മാറിയത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് റീസൺസ് ടു ഫോം സെബി. എന്തിനു വേണ്ടിയാണ് സെബി ഫോം ചെയ്തിട്ടുള്ളത്? ക്യാപിറ്റൽ മാർക്കറ്റിലെ മാൽ പ്രാക്ടീസസ് ഇൻക്രീസ് ചെയ്തതുകൊണ്ടാണ് സെബി ഫോം ചെയ്തിട്ടുള്ളത്. എന്തൊക്കെ മാൽ പ്രാക്ടീസസ് ആണ് ക്യാപിറ്റൽ മാർക്കറ്റിൽ ഉണ്ടായിരുന്നത്? ഒന്ന്, മാനിപ്പുലേഷൻ ഓഫ് സെക്യൂരിറ്റി പ്രൈസസ്. കമ്പനീസ് സെക്യൂരിറ്റിയുടെ പ്രൈസ് മാനിപ്പുലേറ്റ് ചെയ്യാറുണ്ടായിരുന്നു. ഇത് സെബി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിൻ്റെ ഒരു കാരണമാണ്. സെക്കൻഡ് വൺ ആണ് പ്രൈസ് റിഗ്ഗിങ്. ഒരു ഗ്രൂപ്പ് ഓഫ് സ്പെക്കുലേറ്റേഴ്സ് പ്രൈസ് പുഷപ്പ് ചെയ്യുന്നതിന് വേണ്ടി സെക്യൂരിറ്റീസ് അവർ തന്നെ വാങ്ങുകയും അവർ തന്നെ വിൽക്കുകയും ചെയ്തിരുന്നു. അതായത് സെക്യൂരിറ്റീസിൻ്റെ പ്രൈസ് പുഷപ്പ് ചെയ്യുന്നതിന് വേണ്ടി സ്പെക്കുലേറ്റേഴ്സ് തന്നെ സെക്യൂരിറ്റി വാങ്ങുകയും വിൽക്കുകയും ചെയ്തിരുന്നു. ഇത് തടയാൻ കൂടി വേണ്ടിയാണ് സെബി ഫോം ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ഒരു മാൽ പ്രാക്ടീസ് ആയിരുന്നു ഇൻസൈഡർ ട്രേഡിംഗ്. കമ്പനീസും ഏജൻസും ബ്രോക്കേഴ്സൊക്കെ ഇൻസൈഡർ ട്രേഡിങ്ങിൽ ഏർപ്പെട്ടിരുന്നു. ഈ ഇൻസൈഡർ ട്രേഡിംഗ് പ്രോഹിബിറ്റ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയൊക്കെയാണ് സെബി ഫോം ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് വൺ ആണ് ഡിലേ. സെക്യൂരിറ്റി ലിസ്റ്റ് ചെയ്യുന്നതിൽ ഡിലേ വന്നതൊക്കെ സെബി വരാനുള്ള ഒരു കാരണമായിട്ടുണ്ട്. നെക്സ്റ്റ് വൺ ആണ് ലാക്ക് ഓഫ് ഫെയർ ഡീലിങ്സ്. സെക്യൂരിറ്റീസിൻ്റെ ഇഷ്യൂവിൽ ഒരു ഫെയർ ഡീലിങ്സ് ഇല്ലാത്തതും സെബിയുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ ഒരു കാരണമാണ്. നെക്സ്റ്റ് റീസൺ ആണ് പ്രൊട്ടക്ഷൻ ഓഫ് ഇൻവെസ്റ്റേഴ്സ്. ഇൻവെസ്റ്റേഴ്സിനെ അൺഎത്തിക്കൽ പ്രാക്ടീസസിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയും സെബി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഒരു റീസൺ ആണ് ലാക്ക് ഓഫ് കൺട്രോൾ ഓവർ ബ്രോക്കേഴ്സ്. സെബി വരുന്നതിന് മുൻപ് ജോബേഴ്സിൻ്റെയും ബ്രോക്കേഴ്സിൻ്റെയും ആക്ടിവിറ്റീസിലൊന്നും പ്രോപ്പർ കൺട്രോൾ ഉണ്ടായിരുന്നില്ല. ഇതിനൊക്കെ വേണ്ടിയാണ് സെബി വന്നിട്ടുള്ളത്. ഇത്തരം റീസൺസ് കാരണമാണ് സെബി ഫോം ചെയ്തിട്ടുള്ളത്. മാനിപ്പുലേഷൻ ഓഫ് സെക്യൂരിറ്റി പ്രൈസസ്, പ്രൈസ് റിഗ്ഗിങ്, ഇൻസൈഡർ ട്രേഡിംഗ്, ഡിലേ, ലാക്ക് ഓഫ് ഫെയർ ഡീലിങ്സ്, പ്രൊട്ടക്ഷൻ ഓഫ് ഇൻവെസ്റ്റേഴ്സ് തുടങ്ങി ഒത്തിരി കാരണങ്ങൾ കൊണ്ടാണ് സെബി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഫങ്ഷൻസ് ഓഫ് സെബി. സെബിയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഫങ്ഷൻ, രജിസ്റ്ററിംഗ് ആൻഡ് റെഗുലേറ്റിംഗ് ദ വർക്കിംഗ് ഓഫ് സ്റ്റോക്ക് ബ്രോക്കേഴ്സ്, സബ് ബ്രോക്കേഴ്സ് എക്സെട്ര. സ്റ്റോക്ക് ബ്രോക്കേഴ്സ്, സബ് ബ്രോക്കേഴ്സ് ഇവരുടെയൊക്കെ വർക്ക് റെഗുലേറ്റ് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. നെക്സ്റ്റ് വൺ, രജിസ്റ്ററിംഗ് ആൻഡ് റെഗുലേറ്റിംഗ് ദ വർക്കിംഗ് ഓഫ് ഡെപ്പോസിറ്ററീസ്, പാർട്ടിസിപ്പൻസ് എക്സെട്ര. ഡെപ്പോസിറ്ററീസിൻ്റെയും പാർട്ടിസിപ്പൻസിൻ്റെയും ഒക്കെ വർക്ക് രജിസ്റ്റർ ചെയ്യുക, റെഗുലേറ്റ് ചെയ്യുക. നെക്സ്റ്റ്, രജിസ്റ്ററിംഗ് ആൻഡ് റെഗുലേറ്റിംഗ് ദ വർക്കിംഗ് ഓഫ് വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട്സ്, കളക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീംസ് എക്സെട്ര. കളക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീം, വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട്സിൻ്റെയൊക്കെ വർക്കിംഗ് രജിസ്റ്റർ ചെയ്യുക, റെഗുലേറ്റ് ചെയ്യുക. നെക്സ്റ്റ് വൺ, പ്രൊമോട്ടിംഗ് ആൻഡ് റെഗുലേറ്റിംഗ് സെൽഫ് റെഗുലേറ്ററി ഓർഗനൈസേഷൻസ്. സെൽഫ് റെഗുലേറ്ററി ഓർഗനൈസേഷൻസിനെ പ്രൊമോട്ട് ചെയ്യുക, റെഗുലേറ്റ് ചെയ്യുക. നെക്സ്റ്റ് വൺ, പ്രോഹിബിറ്റിംഗ് ഫ്രോഡുലൻറ്റ് ആൻഡ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് റിലേറ്റിംഗ് ടു സെക്യൂരിറ്റീസ് മാർക്കറ്റ്. സെക്യൂരിറ്റി മാർക്കറ്റുമായി റിലേറ്റഡ് ആയിട്ടുള്ള അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ്, ഫ്രോഡുലൻറ്റ് ഇതൊക്കെ തടയുക. നെക്സ്റ്റ് വൺ, പ്രൊമോട്ടിംഗ് ഇൻവെസ്റ്റേഴ്സ് എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ഓഫ് ഇൻ്റർമീഡിയറീസ് ഓഫ് സെക്യൂരിറ്റി മാർക്കറ്റ്. സെക്യൂരിറ്റി മാർക്കറ്റിലെ ഇൻ്റർമീഡിയറ്റ്സിന് ട്രെയിനിങ് കൊടുക്കുക, ഇൻവെസ്റ്റേഴ്സിന് എഡ്യൂക്കേഷൻ കൊടുക്കുക. നെക്സ്റ്റ് വൺ, പ്രോഹിബിറ്റിംഗ് ഇൻസൈഡർ ട്രേഡിംഗ് പ്രാക്ടീസസ്. ഇൻസൈഡർ ട്രേഡിംഗ്, സെക്യൂരിറ്റി മാർക്കറ്റിൽ നടക്കുന്ന ഇൻസൈഡർ ട്രേഡിംഗ് പ്രോഹിബിറ്റ് ചെയ്യുക. നെക്സ്റ്റ് ടോപ്പിക്കാണ് സെബി ഗൈഡ് ലൈൻസ് പ്രൈമറി ആൻഡ് സെക്കൻഡറി മാർക്കറ്റ്. പ്രൈമറി മാർക്കറ്റിലെയും സെക്കൻഡറി മാർക്കറ്റിലെയും സെബിയുടെ ഗൈഡ് ലൈൻസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിനു മുൻപ് ഇൻവെസ്റ്റേഴ്സിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി സെബി എടുത്തിട്ടുള്ള സ്റ്റെപ്സ് എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. സോ ഒരു സബ് ഹെഡാണ്
പ്രൊട്ടക്ഷൻ ഓഫ് ദി ഇൻവെസ്റ്റേഴ്സ്. ഇൻവെസ്റ്റേഴ്സിനെ എങ്ങനെയൊക്കെയാണ് സെബി പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ് ആണ് ഇൻവെസ്റ്റേഴ്സ് എഡ്യൂക്കേഷൻ. സെബി ഹാസ് ഇഷ്യൂഡ് എ ഫ്യൂ ഇൻവെസ്റ്റേഴ്സ് ഗൈഡൻസ് അഡ്വർടൈസ്മെൻറ്റ്സ് ആൻഡ് പബ്ലിഷ്ഡ് ബുക്സ് ടു എഡ്യൂക്കേറ്റ് ഇൻവെസ്റ്റേഴ്സ്. ഇൻവെസ്റ്റേഴ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്യിക്കുന്നതിന് വേണ്ടി സെബി കുറച്ച് ഗൈഡൻസും അതുപോലെ തന്നെ അഡ്വർടൈസ്മെൻറ്റ്സും പബ്ലിഷ്ഡ് ബുക്സൊക്കെ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വൺ ആണ് ക്വിക്ക് റെഫറൻസ്. ദി ബുക്ക്ലെറ്റ് നെയിംഡ് എ ക്വിക്ക് റെഫറൻസ് ഗൈഡ് ഫോർ ഇൻവെസ്റ്റേഴ്സ് ഈസ് പബ്ലിഷ്ഡ് ബൈ സെബി ടു പ്രൊവൈഡ് ബേസിക് ഇൻഫർമേഷൻ ടു ഹെൽപ്പ് ഇൻവെസ്റ്റേഴ്സ്. ഒരു ബുക്ക് സെബി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. എ ക്വിക്ക് റെഫറൻസ് ഗൈഡ് ഫോർ ഇൻവെസ്റ്റേഴ്സ് എന്നാണ് ആ ബുക്ക്ലെറ്റിൻ്റെ പേര്. എന്തിനു വേണ്ടിയാണ് ഈ ഒരു ബുക്ക്ലെറ്റ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്? ഇൻവെസ്റ്റേഴ്സിന് ബേസിക് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയാണ് സെബി ഇങ്ങനെയൊരു ബുക്ക്ലെറ്റ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് വൺ ആണ് ഇൻവെസ്റ്റേഴ്സ് ഇൻഫർമേഷൻ സെൻറ്റർ. ഇൻവെസ്റ്റർ ഇൻഫർമേഷൻ സെൻറ്റർ ഹാവ് ബീൻ സെറ്റപ്പ് ഇൻ എവറി റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. എല്ലാ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചും ഇൻവെസ്റ്റർ ഇൻഫർമേഷൻ സെൻറ്റർ സെറ്റപ്പ് ചെയ്യണം. എന്തിനു വേണ്ടിയാണ് ഇൻഫർമേഷൻ സെൻറ്റർ സെറ്റപ്പ് ചെയ്യുന്നത്? ഓരോ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ആ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്തിട്ടുള്ള സെക്യൂരിറ്റി അല്ലെങ്കിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള സെക്യൂരിറ്റീസുമായി റിലേറ്റഡ് ആയിട്ട് ഇൻവെസ്റ്റേഴ്സിന് എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ ആ കംപ്ലയിൻസ് ടേക്കപ്പ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇൻവെസ്റ്റർ ഇൻഫർമേഷൻ സെൻറ്റർ സെറ്റപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് വണ്ണാണ് പ്രോഹിബിഷൻ ഓഫ് ഫ്രോഡുലൻറ്റ് ആൻഡ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ്. സെബി ഹാസ് നോട്ടിഫൈഡ് regulations on prohibition of fraudulent and unfair trade practices related to the securities market. സെക്യൂരിറ്റീസ് മാർക്കറ്റുമായി റിലേറ്റഡ് ആയിട്ടുള്ള അൺഫെയർ ട്രേഡ് പ്രാക്ടീസസും ഫ്രോഡുലൻറ്റും ഒക്കെ സെബി പ്രോഹിബിറ്റ് ചെയ്യുന്നുണ്ട്. മിസ്ലീഡിംഗ് സ്റ്റേറ്റ്മെൻറ്റ്, മാനിപ്പുലേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് സെബി പ്രോഹിബിറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിൻ്റാണ് ഇൻസ്പെക്ഷൻസ് ആൻഡ് എൻഫോഴ്സ്മെൻറ്റ്. ഈ പോയിൻ്റ് പറയുന്നത് സെബിക്കൊരു സിവിൽ കോർട്ട് പവറുണ്ട്. ബുക്സ് ആൻഡ് അക്കൗണ്ട്സ് അതുപോലെ തന്നെ റെക്കോർഡ്സ്, ഡോക്യുമെൻറ്റ്സ് ഇതൊക്കെ ഡിസ്കവർ ചെയ്യാനും പ്രൊഡ്യൂസ് ചെയ്യാനും ഈ ബുക്സൊക്കെ അല്ലെങ്കിൽ ഈ റെക്കോർഡ്സൊക്കെ എക്സാമിൻ ചെയ്യാനൊക്കെയുള്ള ഒരു സിവിൽ കോർട്ട് പവർ സെബിക്കുണ്ട് എന്നാണ് ഈ പോയിന്റിൽ പറയുന്നത്. നെക്സ്റ്റ് വണ്ണാണ് ഇൻസൈഡർ ട്രേഡിംഗ്. ഇൻസൈഡർ ട്രേഡിംഗ് ഈസ് എ ബൈ ആൻഡ് സെൽ ഓഫ് പബ്ലിക്കലി ട്രേഡഡ് കമ്പനീസ് സ്റ്റോക്ക് ബേസ്ഡ് ഓൺ നോൺ പബ്ലിക് ഇൻഫർമേഷൻ എബൌട്ട് ദാറ്റ് കമ്പനി. എന്താണ് ഇൻസൈഡർ ട്രേഡിംഗ്? ഒരു കമ്പനിയുടെ നോൺ പബ്ലിക് ഇൻഫർമേഷൻസ് യൂസ് ചെയ്തുകൊണ്ട് ആ കമ്പനിയുടെ പബ്ലിക്കലി ട്രേഡഡ് സെക്യൂരിറ്റി വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിനെയാണ് ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഒരു കമ്പനിയുടെ പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ നോൺ പബ്ലിക് ഇൻഫർമേഷൻസ് യൂസ് ചെയ്താണ് സെക്യൂരിറ്റി വാങ്ങുന്നത് വിൽക്കുന്നത് എങ്കിൽ അതാണ് ഇൻസൈഡർ ട്രേഡിംഗ്. അതായത് ഇത്രയുള്ളൂ, ഏതൊരു കമ്പനിയാണെങ്കിലും ആ കമ്പനിക്ക് കുറച്ച് സീക്രട്ട് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഉണ്ടായിരിക്കും. കമ്പനി മെയിൻറ്റെയിൻ ചെയ്യുന്ന കുറച്ച് സീക്രട്ട് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഉണ്ടായിരിക്കും. വളരെ സെൻസിറ്റീവായിട്ടുള്ള, വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള നോൺ പബ്ലിക് ഇൻഫർമേഷൻസ് ഉണ്ടായിരിക്കും. ഈ ഇൻഫർമേഷൻസ് ഒരിക്കലും കോമ്പറ്റീറ്റേഴ്സോ അല്ലെങ്കിൽ പബ്ലിക്കോ അറിയുന്നില്ല. കോമ്പറ്റീറ്റേഴ്സിനും പബ്ലിക്കിനും ഒന്നും ഒരിക്കലും ഡിസ്ക്ലോസ് ചെയ്യാത്ത ഇൻഫർമേഷൻസാണ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ നോൺ പബ്ലിക് ഇൻഫർമേഷൻസ്. ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് യൂസ് ചെയ്തുകൊണ്ട് ഒരു കമ്പനിയുടെ സ്റ്റോക്ക് അല്ലെങ്കിൽ സെക്യൂരിറ്റി വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിനെയാണ് ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഇൻസൈഡർ ട്രേഡിംഗ് സെബി പ്രോഹിബിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇൻവെസ്റ്റേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി സെബി എടുത്തിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സ്. നെക്സ്റ്റ് സബ്ഹെഡാണ് സെബി ഗൈഡ്ലൈൻസ് ഫോർ ഇഷ്യൂ ഓഫ് ഫ്രഷ് ഷെയർ ക്യാപിറ്റൽ. ഫ്രഷ് ഷെയർ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്യുമ്പോഴുള്ള സെബി ഗൈഡ്ലൈൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ആണ് ഓൾ ആപ്ലിക്കേഷൻസ് ഷുഡ് ബി സബ്മിറ്റഡ് ടു സെബി ഇൻ ദി പ്രിസ്ക്രൈബ്ഡ് ഫോം. സെബിയിൽ സബ്മിറ്റ് ചെയ്യുന്ന എല്ലാ ആപ്ലിക്കേഷനും പ്രിസ്ക്രൈബ്ഡ് ഫോമിലായിരിക്കണം. സെക്കൻഡ് വൺ applications should be accompanied by true copies of industrial license. അപ്ലിക്കേഷൻസിൻ്റെ കൂടെ ഇൻഡസ്ട്രിയൽ ലൈസൻസിൻ്റെ ട്രൂ കോപ്പിയും ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് വൺ ആൻ ഇക്വിറ്റി പ്രിഫറൻസ് റേഷ്യോ ഓഫ് 3:1 ഈസ് അലൗഡ്. ഇക്വിറ്റി പ്രിഫറൻസ് റേഷ്യോ 3:1 ആയിട്ടാണ് സെബി അലൗ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ന്യൂ കമ്പനി കനോട്ട് ഇഷ്യൂ ഷെയർസ് അറ്റ് എ പ്രീമിയം. ന്യൂ കമ്പനീസിന്, പുതിയ കമ്പനീസിന് പ്രീമിയത്തിൽ ഷെയർ ഇഷ്യൂ ചെയ്യാൻ സാധിക്കില്ല. നെക്സ്റ്റ് വൺ ഓൾ ദി ഡീറ്റെയിൽസ് ഓഫ് ദി അണ്ടർറൈറ്റിംഗ് എഗ്രിമെൻറ്റ്. ഫ്രഷ് ഷെയർ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്യുമ്പോൾ അണ്ടർറൈറ്റിംഗ് എഗ്രിമെൻറ്റിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് വൺ ആണ് അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ് ടു NRIs ഈസ് നോട്ട് അലൗഡ് വിത്തൗട്ട് ദി അപ്രൂവൽ ഓഫ് RBI. RBIയുടെ അപ്രൂവൽ ഇല്ലാതെ NRIസിന് ഷെയർ അലൗഡ് ചെയ്യുന്നത് അനുവദിക്കുന്നില്ല.
നെക്സ്റ്റ് വൺ ആണ് കമ്പനി ഷുഡ് ഹാവ് ദി ഷെയർസ് ഇഷ്യൂ ടു ദി പബ്ലിക് ആൻഡ് ലിസ്റ്റഡ് ഇൻ വൺ ഓർ മോർ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്. കമ്പനി പബ്ലിക്കിന് ഷെയർ ഇഷ്യൂ ചെയ്യണം. മാത്രമല്ല ഒന്നോ അല്ലെങ്കിൽ അതിലധികമോ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഷെയർ ലിസ്റ്റ് ചെയ്തിരിക്കണം. ഇത്രയൊക്കെയാണ് സെബി ഗൈഡ്ലൈൻസ് ഫോർ ഇഷ്യൂ ഓഫ് ഫ്രഷ് ഷെയർ ക്യാപിറ്റൽ. നെക്സ്റ്റ് സബ്ഹെഡാണ് സെബി ഗൈഡ്ലൈൻസ് ഫോർ സെക്കൻഡറി മാർക്കറ്റ്. സെക്കൻഡറി മാർക്കറ്റിന് വേണ്ടിയുള്ള സെബിയുടെ ഗൈഡ്ലൈൻസ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, all the companies entering the capital market should give a statement regarding fund utilization of previous issue. ക്യാപിറ്റൽ മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യുന്ന എല്ലാ കമ്പനീസും അവരുടെ പ്രീവിയസ് ഇഷ്യൂവിൻ്റെ ഫണ്ട് യൂട്ടിലൈസേഷനുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കണം. നെക്സ്റ്റ് വൺ, all the brokers should submit with SEBI their audited accounts. എല്ലാ ബ്രോക്കേഴ്സും അവരുടെ ഓഡിറ്റഡ് അക്കൗണ്ട്സ് സെബിയിൽ സബ്മിറ്റ് ചെയ്യണം. നെക്സ്റ്റ് വൺ ആണ് ദി ബ്രോക്കേഴ്സ് മസ്റ്റ് ഓൾസോ ഡിസ്ക്ലോസ് ക്ലിയർലി ദി ട്രാൻസാക്ഷൻ പ്രൈസ് ഓഫ് സെക്യൂരിറ്റീസ് ആൻഡ് ദി കമ്മീഷൻ ഏൺഡ് ബൈ ദം. ബ്രോക്കേഴ്സ് ഏൺ ചെയ്യുന്ന കമ്മീഷനും അതേപോലെ തന്നെ സെക്യൂരിറ്റീസിൻ്റെ ട്രാൻസാക്ഷൻ പ്രൈസും ക്ലിയർ ആയിട്ട് ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. നെക്സ്റ്റ് വൺ ആണ് ദി ബ്രോക്കർ ഷുഡ് ഇഷ്യൂ വിത്തിൻ 24 hours ഓഫ് ദി ട്രാൻസാക്ഷൻ കോൺട്രാക്ട് നോട്ട്സ് ടു ദി ക്ലയൻസ്. ക്ലയൻറ്റിന് ട്രാൻസാക്ഷൻ കോൺട്രാക്ട് നോട്ട് 24 മണിക്കൂറിനുള്ളിൽ ബ്രോക്കേഴ്സ് ഇഷ്യൂ ചെയ്തിരിക്കണം. നെക്സ്റ്റ് വൺ ആണ് ദി ബ്രോക്കേഴ്സ് മസ്റ്റ് ക്ലിയർലി മെൻഷൻ ദെയർ അക്കൗണ്ട്സ് ഡീറ്റെയിൽസ് ഓഫ് ഫണ്ട്സ് ബിലോങ്ങിങ് ടു ക്ലയൻസ് ആൻഡ് ദെയർ ഓൺ. അവരുടെ കയ്യിലുള്ള ബ്രോക്കേഴ്സ് അവരുടെ കയ്യിലുള്ള ഫണ്ടും അതേപോലെ തന്നെ ക്ലയൻറ്റിൻ്റെ കയ്യിലുള്ള ഫണ്ടിൻ്റെയും ഡീറ്റെയിൽഡ് അക്കൗണ്ട് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിരിക്കണം. നെക്സ്റ്റ് വൺ ആണ് എ ബ്രോക്കർ കനോട്ട് അണ്ടർറൈറ്റ് മോർ ദാൻ 5% ഓഫ് ദി പബ്ലിക് ഇഷ്യൂ. പബ്ലിക് ഇഷ്യൂവിൻ്റെ 5%നേക്കാളും മുകളിൽ ഒരു ബ്രോക്കറിന് അണ്ടർറൈറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. നെക്സ്റ്റ് വൺ ആണ് ഓൾ ട്രാൻസാക്ഷൻസ് ഇൻ ദി മാർക്കറ്റ് മസ്റ്റ് ബി റിപ്പോർട്ടഡ് വിത്തിൻ 24 hours ടു സെബി. മാർക്കറ്റിൽ നടക്കുന്ന എല്ലാ ട്രാൻസാക്ഷൻസും 24 മണിക്കൂറിനുള്ളിൽ സെബിക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കണം. ഇതൊക്കെയാണ് സം ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഗൈഡ് ലൈൻസ് ഫോർ സെക്കൻഡറി മാർക്കറ്റ്. നെക്സ്റ്റ് ടോപ്പിക്കാണ് റീസെൻറ്റ് ട്രെൻഡ്സ് ആൻഡ് റിഫോംസ് ഇൻ പ്രൈമറി ക്യാപിറ്റൽ മാർക്കറ്റ്. സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബി 1988 സെറ്റപ്പ് ചെയ്തു. 1992 സെബിക്ക് സ്റ്റാറ്റ്യൂട്ടറി പവേഴ്സ് കിട്ടി. അതുവഴി സെബി സെക്യൂരിറ്റി മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യാൻ തുടങ്ങി. സെബിയുടെ 2 ഒബ്ജക്റ്റീവ്സ് ആണ്. ഒന്ന് ഇൻവെസ്റ്റേഴ്സ് പ്രൊട്ടക്ഷനും മറ്റൊന്ന് ഓർഡർലി ഡെവലപ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ്. സെക്കൻഡ് പോയിന്റ്, ഇൻ 1990 മ്യൂച്വൽ ഫണ്ട്സ് വേഴ്സ് സെറ്റപ്പ് ഇൻ ദി പ്രൈവറ്റ് സെക്ടർ. 1990 മ്യൂച്വൽ ഫണ്ട്സ് പ്രൈവറ്റ് സെക്ടറിൽ സെറ്റപ്പ് ചെയ്തു. നെക്സ്റ്റ് വൺ ആണ് പെർമിഷൻ വാസ് ഗിവൺ ടു ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ടു ഓപ്പറേറ്റ് ഇൻ ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റ്. ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിൽ ഓപ്പറേറ്റ് ചെയ്യാനുള്ള പെർമിഷൻ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് കൊടുത്തു. നെക്സ്റ്റ് പോയിന്റ്, Indian companies are also allowed to raise capital from the international capital markets by issuing GDR, ADR, etc. ഫോറിൻ ക്യാപിറ്റൽ മാർക്കറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റിൽ നിന്ന് GDR, ADR ഒക്കെ ഇഷ്യൂ ചെയ്തുകൊണ്ട് ക്യാപിറ്റൽ റേസ് ചെയ്യാനുള്ള പെർമിഷൻ ഇന്ത്യൻ കമ്പനീസിന് പ്രൊവൈഡ് ചെയ്തു. ഇൻ്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റിൽ നിന്ന് GDRും ADRും ഒക്കെ ഇഷ്യൂ ചെയ്തുകൊണ്ട് ക്യാപിറ്റൽ റേസ് ചെയ്യാൻ ഇന്ത്യൻ കമ്പനീസിനെ അനുവദിച്ചു. അതാണ് ഈ പോയിന്റിൽ പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, കമ്പനീസ് ആർ അലൗഡ് ടു ഇൻവെസ്റ്റ് ഓൾ GDR ഓർ ADR പ്രൊസീഡ്സ് ഇൻ ഫോറിൻ കൺട്രീസ്. ഫോറിൻ കൺട്രീസിൻ്റെ GDR, ADRയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ കമ്പനീസിനെ അനുവദിച്ചു. നെക്സ്റ്റ് വൺ, certain mandatory conditions related to infrastructural companies are removed. ഇൻഫ്രാസ്ട്രക്ചറൽ കമ്പനീസുമായി റിലേറ്റഡ് ആയിട്ടുള്ള മാൻഡേറ്ററി കണ്ടീഷൻസ് ഒക്കെ റിമൂവ് ചെയ്തു. നെക്സ്റ്റ് വൺ, ഓൺലി ബോഡി കോർപ്പറേറ്റ് ടു ബി അലൗഡ് ടു ഫങ്ഷൻ ആസ് മെർച്ചൻ്റ് ബാങ്കേഴ്സ്. മെർച്ചൻ്റ് ബാങ്കേഴ്സ് ആയിട്ട് ഫങ്ഷൻ ചെയ്യാൻ ബോഡി കോർപ്പറേറ്റിനെ മാത്രം അനുവദിച്ചു. നെക്സ്റ്റ് പോയിന്റ്, എ കോഡ് ഓഫ് കണ്ടക്ട് ഹാസ് ബീൻ ഇഷ്യൂഡ് ഫോർ മ്യൂച്വൽ ഫണ്ട്സ്. മ്യൂച്വൽ ഫണ്ട്സിനെ ഒരു കോഡ് ഓഫ് കണ്ടക്ട് ഇഷ്യൂ ചെയ്തു. നെക്സ്റ്റ് പോയിന്റ്, ദി ബുക്ക് ബിൽഡിംഗ് പ്രോസസ് ഇൻ ദി പ്രൈമറി മാർക്കറ്റ് ഹാസ് ബീൻ ഇൻട്രൊഡ്യൂസ്ഡ്. പ്രൈമറി മാർക്കറ്റിൽ ബുക്ക് ബിൽഡിംഗ് പ്രോസസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. നെക്സ്റ്റ് പോയിന്റ്, ദി ഇഷ്യൂർ ക്യാൻ മേക്ക് എ പബ്ലിക് ഓർ റൈറ്റ് ഓഫർ ഓർ ഷെയർസ് ഇൻ ഡിമാറ്റ് ഫോം ഓൺലി. ഡിമാറ്റ് ഫോമിൽ മാത്രം ഇഷ്യൂവറിന് ഷെയർസിൻ്റെ പബ്ലിക് ഓഫറും റൈറ്റ് ഓഫറും ചെയ്യാൻ അനുവദിച്ചു. നെക്സ്റ്റ് പോയിന്റ്, ഓൾ ഇൻവെസ്റ്റേഴ്സ് ഇൻക്ലൂഡിംഗ് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ആർ അലൗഡ് ടു ഇൻവെസ്റ്റ് ഇൻ
ഇന്ത്യൻ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്. ഇന്ത്യൻ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ എല്ലാ ഇൻവെസ്റ്റേഴ്സിനെയും, പ്രത്യേകിച്ചും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെയും അനുവദിച്ചു. അതായത് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെ അടക്കം എല്ലാ ഇൻവെസ്റ്റേഴ്സിനും ഇൻവെസ്റ്റ് ചെയ്യാൻ, ഇന്ത്യൻ ഡെപ്പോസിറ്ററി റെസിപ്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അനുമതി കൊടുത്തു. നെക്സ്റ്റ് വൺ, നൗ പാൻ ഹാസ് ബീൻ മാൻഡേറ്ററി ഇൻ ഓൾ പബ്ലിക് ആൻഡ് റൈറ്റ് ഇഷ്യൂസ് ഇറസ്പെക്റ്റീവ് ഓഫ് ദി അപ്ലിക്കേഷൻ എമൗണ്ട്. അപ്ലിക്കേഷൻ എമൗണ്ടിനെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് എല്ലാ പബ്ലിക് ആൻഡ് റൈറ്റ് ഇഷ്യൂവിനും പാൻ നിർബന്ധമാക്കി. ഇതൊക്കെയാണ് സം ഓഫ് ദി റീസെൻറ്റ് ട്രെൻഡ്സ് ആൻഡ് റിഫോംസ് ഇൻ പ്രൈമറി ക്യാപിറ്റൽ മാർക്കറ്റ്. ഇനിയും ഒത്തിരി പോയിൻറ്റ്സ് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്, കുറച്ച് പോയിൻറ്റ്സ് മാത്രമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ഇനി നമ്മൾ പഠിക്കുന്നത് മെഷേഴ്സ് ടേക്കൺ ബൈ സെബി ടു സ്ട്രെങ്തൻ പ്രൈമറി മാർക്കറ്റ്. പ്രൈമറി മാർക്കറ്റ് സ്ട്രെങ്തൻ ചെയ്യുന്നതിന് വേണ്ടി സെബി എന്തൊക്കെ മെഷേഴ്സാണ് എടുത്തിട്ടുള്ളത് എന്നാണ് ഇനി നമ്മൾ നോക്കുന്നത്. 2 പോയിൻറ്റ്സിലൂടെയാണ് ഈ ഒരു ടോപ്പിക്ക് നമ്മൾ പഠിക്കുന്നത്. ഫസ്റ്റ് വൺ ആണ് സ്ട്രെങ്തനിങ് ഓഫ് ഡിസ്ക്ലോഷർ റിക്വയർമെൻറ്റ്സ് ആൻഡ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ. പ്രൈമറി മാർക്കറ്റിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ സ്ട്രെങ്തൻ ചെയ്തു. അതുപോലെ തന്നെ എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് ആണോ ഡിസ്ക്ലോസ് ചെയ്യേണ്ടത്, പ്രൈമറി മാർക്കറ്റിൽ എൻ്റർ ചെയ്യുമ്പോൾ എന്തൊക്കെയാണോ ഡിസ്ക്ലോസ് ചെയ്യേണ്ടത് അതൊക്കെ സ്ട്രെങ്തൻ ചെയ്തു. ഇതാണ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് മെഷർ സെബി പ്രൈമറി മാർക്കറ്റിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. സെക്കൻഡ് വണ്ണാണ് മെറ്റീരിയൽ ഡിസ്ക്ലോഷർ. ഇഷ്യൂയിങ് കമ്പനി മെറ്റീരിയൽ ഡിസ്ക്ലോഷർ നടത്തിയിരിക്കണം. റിസ്ക് ഫാക്ടേഴ്സിനെ പറ്റിയുള്ള മെറ്റീരിയൽ ഡിസ്ക്ലോഷർ ഇഷ്യൂയിങ് കമ്പനി നടത്തിയിരിക്കണം. അതാണ് സെക്കൻഡ് പോയിന്റിൽ പറയുന്നത്. 2 ഇമ്പോർട്ടൻറ്റ് മെഷേഴ്സാണ് പ്രൈമറി മാർക്കറ്റിനെ സ്ട്രെങ്തൻ ചെയ്യുന്നതിന് വേണ്ടി സെബി എടുത്തിട്ടുള്ളത്. ഒന്ന് സ്ട്രെങ്തനിങ് ഓഫ് ഡിസ്ക്ലോഷർ റിക്വയർമെൻറ്റ്സ് ആൻഡ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ. 2 മെറ്റീരിയൽ ഡിസ്ക്ലോഷർ. സ്ട്രെങ്തനിങ് ഓഫ് ഡിസ്ക്ലോഷർ റിക്വയർമെൻറ്റ്സ് ആൻഡ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ പറയുന്നത് പ്രൈമറി മാർക്കറ്റിൽ എൻ്റർ ചെയ്യുമ്പോഴുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയയും അതേപോലെ തന്നെ എന്തൊക്കെയാണോ പ്രൈമറി മാർക്കറ്റിലേക്ക് ഡിസ്ക്ലോസ് ചെയ്യേണ്ടത് ആ കാര്യങ്ങളൊക്കെ സ്ട്രെങ്തൻ ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് വൺ ആണ് മെറ്റീരിയൽ ഡിസ്ക്ലോഷർ. റിസ്ക് ഫാക്ടേഴ്സിനെ പറ്റിയുള്ള മെറ്റീരിയൽ ഡിസ്ക്ലോഷർ ഇഷ്യൂയിങ് കമ്പനി നടത്തിയിരിക്കണമെന്നാണ് മെറ്റീരിയൽ ഡിസ്ക്ലോഷർ എന്ന പോയിന്റിൽ പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് മെഷേഴ്സ് ടേക്കൺ ബൈ സെബി ടു ഡെവലപ്പ് സെക്കൻഡറി സെക്യൂരിറ്റി മാർക്കറ്റ്. സെക്കൻഡറി സെക്യൂരിറ്റി മാർക്കറ്റിനെ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി സെബി എടുത്തിട്ടുള്ള മെഷേഴ്സ് എന്തൊക്കെയാണ് എന്നാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. ഫസ്റ്റ് വൺ ആണ് ഇൻട്രൊഡക്ഷൻ ഓഫ് ഡെപ്പോസിറ്ററീസ് ആൻഡ് പേപ്പർലെസ് ട്രേഡിംഗ്. ഡെപ്പോസിറ്ററി സിസ്റ്റത്തിൻ്റെ അണ്ടറിൽ ഒരു ഇൻവെസ്റ്ററിന് ഡീമെറ്റീരിയലൈസ്ഡ് ഫോമിൽ മാത്രമാണ് സെക്യൂരിറ്റീസ് ഡെലിവർ ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. ഡീമെറ്റീരിയലൈസ്ഡ് ഫോം എന്ന് പറയുന്നത് ഫിസിക്കൽ സെക്യൂരിറ്റീസിൻ്റെ റിമൂവലാണ്. അതായത് ഇലക്ട്രോണിക് ഫോമിലാണ് ഇവിടെ സെക്യൂരിറ്റീസ് ഉള്ളത്. പേപ്പർലെസ് ട്രേഡിംഗ് ആണ് ഇവിടെ സാധ്യമാവുന്നത്. നെക്സ്റ്റ് പോയിൻ്റാണ് സ്ട്രെങ്തനിങ് ദി സേഫ്റ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ദി സെക്കൻഡറി സെക്യൂരിറ്റി മാർക്കറ്റ്. സെക്കൻഡറി സെക്യൂരിറ്റി മാർക്കറ്റിൻ്റെ സേഫ്റ്റിയും ഇൻറ്റഗ്രിറ്റിയും സ്ട്രെങ്തൻ ചെയ്തു. എങ്ങനെയൊക്കെയാണ് സേഫ്റ്റിയും ഇൻറ്റഗ്രിറ്റിയും സ്ട്രെങ്തൻ ചെയ്യുന്നത്? ഇൻട്രാഡേ ട്രേഡിംഗ് ആൻഡ് എക്സ്പോഷർ ലിമിറ്റ്, സെറ്റിംഗ് അപ്പ് ഓഫ് ട്രേഡ് സെറ്റിൽമെൻറ്റ് ഗ്യാരണ്ടി ഫണ്ട് ബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്, റേഷണലൈസേഷൻ ഓഫ് മാർജിൻ സിസ്റ്റം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ് സെബി സെക്കൻഡറി സെക്യൂരിറ്റി മാർക്കറ്റിൻ്റെ സേഫ്റ്റിയും ഇൻറ്റഗ്രിറ്റിയും സ്ട്രെങ്തൻ ചെയ്തത്. നെക്സ്റ്റ് പോയിൻ്റാണ് എൻഹാൻസിങ് എഫിഷ്യൻസി ആൻഡ് ട്രാൻസ്പെറൻസി ഇൻ ദി സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ട്രാൻസ്പെറൻസിയും എഫിഷ്യൻസിയും എൻഹാൻസ് ചെയ്തു. എങ്ങനെയൊക്കെയാണ് ട്രാൻസ്പെറൻസിയും എഫിഷ്യൻസിയും ഇൻക്രീസ് ചെയ്തിട്ടുള്ളത്? വീക്ക്ലി സെറ്റിൽമെൻറ്റ് സൈക്കിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട്, അതുപോലെ തന്നെ യൂണിഫോം സെറ്റിൽമെൻറ്റ് സൈക്കിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടൊക്കെയാണ് സെബി എഫിഷ്യൻസിയും ട്രാൻസ്പെറൻസിയും ഇൻക്രീസ് ചെയ്തത്. നെക്സ്റ്റ് വൺ ആണ് ടു എൻഷുർ ഫിനാൻഷ്യൽ വയബിലിറ്റി ഓഫ് ദി എക്സ്ചേഞ്ചസ്. എക്സ്ചേഞ്ചസിൻ്റെ ഫിനാൻഷ്യൽ വയബിലിറ്റി എൻഷുർ ചെയ്തു. നെക്സ്റ്റ് വൺ ആണ് ട്രേഡിംഗ് സെക്യൂരിറ്റീസ് ബൈ ക്വാളിഫൈഡ് പാർട്ടിസിപ്പൻസ്. ക്വാളിഫൈഡ് ആയിട്ടുള്ള പാർട്ടിസിപ്പൻസ് സെക്യൂരിറ്റി ട്രേഡ് ചെയ്തു. നെക്സ്റ്റ് വൺ ആണ് ന്യൂ പ്രൊഡക്ട്സ് ആൻഡ് പ്രൊസീജിയേഴ്സ്. സെബി ന്യൂ പ്രൊഡക്ട്സും പ്രൊസീജിയേഴ്സും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ഒരു കമ്മിറ്റി, അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് ബേസ്ഡ് സെക്യൂരിറ്റീസ് ട്രേഡിംഗ്, സ്ക്രീൻ ബേസ്ഡ് ട്രേഡിംഗ് തുടങ്ങിയ ഒത്തിരി ന്യൂ പ്രൊഡക്ട്സും പ്രൊസീജിയേഴ്സൊക്കെ സെബി കൊണ്ടുവന്നിട്ടുണ്ട്. സെക്കൻഡറി സെക്യൂരിറ്റി മാർക്കറ്റിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയാണ് ന്യൂ പ്രൊഡക്ട്സും പ്രൊസീജിയേഴ്സൊക്കെ സെബി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെയാണ് സം ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് മെഷേഴ്സ് ടേക്കൺ ബൈ സെബി ടു ഡെവലപ്പ് സെക്കൻഡറി സെക്യൂരിറ്റീസ് മാർക്കറ്റ്. ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് മാപ്പിംഗ്, മാർക്കറ്റ് പാർട്ടിസിപ്പൻറ്റ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ. മാപ്പിംഗ് ഈസ് ദി മാർക്കറ്റ് പാർട്ടിസിപ്പൻറ്റ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ് ഇൻറ്റഗ്രേറ്റഡ് ഡാറ്റാ ബേസ്. മാപ്പിംഗ് എന്ന് പറയുന്നത് മാർക്കറ്റ് പാർട്ടിസിപ്പൻസിൻ്റെയും ഇൻവെസ്റ്റേഴ്സിൻ്റെയും ഇൻറ്റഗ്രേറ്റഡ് ഡാറ്റാ ബേസ് ആണ്.
ഒരു മാർക്കറ്റിൽ ഒത്തിരി പാർട്ടിസിപ്പൻസ് ഉണ്ടായിരിക്കും, ഒത്തിരി ഇൻവെസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. ഇവരുടെയൊക്കെ കംപ്ലീറ്റ് ഡാറ്റയാണ് മാപ്പിംഗ്. സെബി ഒത്തിരി ഇൻ്റർമീഡിയറീസിനെയും ലിസ്റ്റഡ് കമ്പനീസിനെയും അസോസിയേറ്റ്സിനെയും ഇൻവെസ്റ്റേഴ്സിനെയും ഒക്കെ രജിസ്റ്റർ ചെയ്യാറുണ്ട്. ഇങ്ങനെ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഒരു യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ അവർക്ക് കിട്ടണം. എന്തിനു വേണ്ടിയാണ് യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ കിട്ടുന്നത്? അവരുടെ അല്ലെങ്കിൽ പേഴ്സൺസിൻ്റെ ഐഡൻറ്റിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയാണ് UIN അല്ലെങ്കിൽ യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ കിട്ടേണ്ടത്. സോ എന്താണ് മാപ്പിംഗ്? മാർക്കറ്റ് പാർട്ടിസിപ്പൻസിൻ്റെയും ഇൻവെസ്റ്റേഴ്സിൻ്റെയും ഇൻ്റഗ്രേറ്റഡ് ഡാറ്റ ബേസ് ആണ് മാപ്പിംഗ്. ഇതോടെ ഈ ചാപ്റ്റർ കഴിഞ്ഞു.